കോഴിക്കോട് വീണ്ടും നിപ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് നിപ സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച ഫറോക്ക് സ്വദേശിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിവരങ്ങളുമായി ആകാശാണ് ചേരുന്നത്. ആകാശ്, വിവരങ്ങൾ. രോഗലക്ഷണങ്ങളാൽ കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നത്. പിന്നീട് കടുത്ത പനിയും മറ്റു രോഗലക്ഷണങ്ങളും കണ്ട സാഹചര്യത്തിലാണ് ഇയാളുടെ സ്രവ പരിശോധനയ്ക്കായി ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചത്. ആ പരിശോധനയിലാണ് ഇപ്പോൾ നിപ്പ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഫറൂഖ് സ്വദേശിയായ 43-കാരനാണ് നിപ്പ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ സ്രവ പരിശോധന പൂനെയിലേക്കും അയച്ചിട്ടുണ്ട്. പൂനെ വൈറോളജി ലാബിലും ഈ പരിശോധന നടത്തും. നാളെ വൈകിട്ടോടുകൂടി പരിശോധന ഫലം ലഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മെഡിക്കൽ കോളേജ് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇയാളുമായി ബന്ധപ്പെട്ടുള്ള അയാൾ ആരെല്ലാമായി സമ്പർക്കം പുലർത്തിയിട്ടുണ്ട് എന്നീ കാര്യങ്ങൾ നിലവിൽ വ്യക്തമായിട്ടില്ല. ആ കാര്യങ്ങളും കൂടി ആരോഗ്യ വിഭാഗം പരിശോധിച്ചു വരികയാണ്. ജനങ്ങളാരും ആശങ്കപ്പെടേണ്ട എന്നുകൂടി പറയുന്നുണ്ട്. കൃത്യമായ ഉറവിടത്തിനെ കുറിച്ചും നിലവിൽ വ്യക്തതയില്ല. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പരിശോധിച്ചു വരികയാണ്. എന്നാൽ പോലും ആരോഗ്യ വിഭാഗം അറിയിച്ചിരിക്കുന്നത് യാതൊരുവിധ ആശങ്കയ്ക്കും ഇടമില്ല, ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ്. ഈ വ്യക്തിയെ അല്പസമയത്തിനകം സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. കൂടാതെ തന്നെ നിലവിൽ അദ്ദേഹം ICUവിൽ തുടരുകയാണ്. അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പ്രത്യേക പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയാണ് നിലവിൽ ചെയ്യാൻ പോകുന്നത്. കൂടാതെ തന്നെ ഈ സ്രവ പരിശോധനയുടെ ഫലം നാളെ വരും. പൂനെയിൽ നിന്നുള്ള സ്രവ പരിശോധനയുടെ ഫലം കൂടി നാളെ വരും. കൂടാതെ തന്നെ ഈ ഫറൂഖ് ഭാഗങ്ങളിൽ ഇയാൾ സഞ്ചരിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, ഇയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ എന്നീ ആളുകളുടെ സമ്പർക്ക പട്ടിക ഉൾപ്പെടെ തയ്യാറാക്കാനാണ് ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നത്. കൂടാതെ തന്നെ ഇയാളുമായി ബന്ധപ്പെട്ടുള്ള ഇദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ആരോഗ്യ വിഭാഗം ക്വാറന്റൈനിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് സാധ്യത. അഞ്ജലി. ശരി ആകാശ്.